വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അഷ്ടമുടി കായൽക്കാറ്റ് വീശുന്ന കടവൂർ പ്രദേശത്തെ വിശുദ്ധ കാശ്മീരിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഏഷ്യയിലെ ഏക ദേവാലയമാണ് കടവൂർ പള്ളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ്. സെൻറ്റ് കാശ്മീർ ചർച്ച്, കടവൂർ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ കശ്മീർ പുണ്യാളൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ മുൻപിലാണ്. ഈ പള്ളിയുടെ മുൻഭാഗം കാണുമ്പോൾ മനസ്സിലാക്കാം, ലോകരക്ഷകൻ കയ്യും വിരിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുസ്വരൂപം. അതിൻ്റെ തൊട്ട് താഴെയായി ഈ ഒരു ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ കശ്മീരിൻ്റെ ഒരു ചിത്രവും. പിന്നെ മിക്കവാറുമുള്ള എല്ലാ പെയിൻറ്റിങ്സും ബൈബിൾ അധിഷ്ഠിതമായ പല കാര്യങ്ങളെ സൂചിപ്പിച്ചു കൊണ്ടുള്ളതാണ്. ഏറ്റവും നടുക്കായി ദൈവകരുണയുടെ ചിത്രവും കാണാൻ കഴിയും. ഇനി നമ്മൾ പോകുന്നത് പ്രധാന കവാടത്തിലേക്കാണ്. പക്ഷേ ഇന്ന് പള്ളി ഓപ്പൺ അല്ല. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് പള്ളി ഓപ്പൺ ചെയ്യുന്നത്. പള്ളിയുടെ പ്രധാന കവാടത്തിൻ്റെ രണ്ട് വശത്തായി വിശുദ്ധ കശ്മീരിൻ്റെയും വിശുദ്ധ ജോർജിൻ്റെയും രൂപങ്ങൾ കാണാൻ പറ്റും. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ പ്രധാന ഭാഗമാണ്, അതായത് അത്ഭുത കുരിശിനെയാണ്. 1052 പോർച്ചുഗീസുകാർ തങ്ങളുടെ ആരാധനാ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന കുരിശാണ്. അവിടെ അനേകം വിശ്വാസികൾ വന്ന് എണ്ണയും തിരിയും ഉപ്പും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിനെ ഇവിടുത്തെ വിശ്വാസികൾ കുരിയച്ചൻ എന്നും അത്ഭുത കുരിശു എന്നാണ് വിളിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ അനേകം വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. ഈ അത്ഭുത കുരിശ് പള്ളിയുടെ പിൻഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് അഷ്ടമുടി കായലിനെ ദിശ വെച്ചാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അത്ഭുത കുരിശിൻ്റെ നടയിൽ അനേകം വിശ്വാസികൾ വന്ന് അവരുടെ നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യം ഇവിടെയുണ്ട്. കർത്താവായ ഈശോ മിശിഹയുടെ കുരിശിൻ്റെ വഴിയെ പ്രതിദാനം ചെയ്യുന്ന ചിത്രങ്ങൾ പള്ളിക്ക് പുറത്ത് കാണാൻ കഴിയും. പരിശുദ്ധ മാതാവിൻ്റെ രൂപങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ അന്തോണിയോസ് പുണ്യാളൻ്റെ രൂപങ്ങളും വിശുദ്ധ സെബസ്ത്യാനസിൻ്റെയും വിശുദ്ധ യൂദാസ് ശ്ലീഹയുടെയും രൂപങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. വിശുദ്ധ ജോർജിൻ്റെ തിരുനാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തിരുനാൾ. ഏപ്രിൽ 23 മുതൽ മെയ് 7 വരെയാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ കടവൂർ പള്ളിയെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ.